നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മുഅ്മിനിന്റെ ദുനിയാവിലെ ജീവിതത്തിന്റെ അവസാനവും ആഖിറ ജീവിതത്തിന്റെ ആരംഭവുമായി കഴിഞ്ഞാൽ നസല ഇലൈഹി മിനസ് സമാഇ മലായികത്തുൻ ബീദുൽ വുജൂഹ്, സൂര്യനെ പോലെ കഅന്ന വുജൂഹുഹും അശ്ശംസ്, സൂര്യനെ പോലെ പ്രശോഭിക്കുന്ന വെളുത്ത മുഖങ്ങളുള്ള മലക്കുകൾ അവരിറങ്ങി വരും. അഹും, അവരുടെ കൂടെ ഉണ്ടാകും. കഫനും മിൻ അക്ഫാനിൽ ജന്ന, നമ്മളെ തൊട്ടപ്പുറത്തെ ചെറിയ ടെക്സ്റ്റൈൽസ് നിന്ന് വാങ്ങിയ 150, 200, 500 വില വരുന്ന പഴയ ആ കോറത്തുണിയെ കുറിച്ചല്ല, നമ്മളെ മയ്യത്തിനെ പൊതിച്ച കോറത്തുണിയെ കുറിച്ചല്ല. കഫനും മിൻ അക്ഫാനിൽ ജന്ന, സ്വർഗത്തിലെ കഫം പുടവകളുമായിട്ട് അവർ വരുന്നതാണ്. വഹനൂത്തും മിൻ ഹനൂത്തിൽ ജന്ന, നാട്ടിൽ കിട്ടുന്ന 1000, 2000, 5000, 10000 കൊടുത്തിട്ട് പലപ്പോഴും അറബികളെ പോലുള്ള ആളുകളൊക്കെ ഉപയോഗിക്കുന്ന മുന്തിയതരം അത്തറുണ്ടല്ലോ, അതിനെ കുറിച്ചല്ല. ഹനൂത്തും മിൻ ഹനൂത്തിൽ ജന്ന, സ്വർഗത്തിലെ സുഗന്ധം, ആ സുഗന്ധം പുരട്ടിയ കഫൻ പുടവയുമായി അവർ ആകാശത്ത് നിറങ്ങി വരുന്ന ആരടുത്തേക്ക് നിറങ്ങള് സാധാരണ തുണിയും കുപ്പായിട്ട് നടക്കണം, അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ആളുകളായ, എന്നാൽ നമ്മൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വലിയൊരു മെച്ചമാണ്. നമ്മളെ വസ്ത്രം മുന്തിയതല്ല, ദുനിയാവിന്റേതാ. സുഗന്ധം മുന്തിയതല്ല, ദുനിയാവിന്റേതാ. നമ്മൾ ഉപയോഗിച്ച പലതും ദുനിയാവിന്റേതാണ്, മുന്തിയതല്ല. എന്നാൽ മരിക്കുമ്പോൾ മുന്തിയതരം വസ്ത്രങ്ങളുമായി മലായികത്തുകൾ വരുമെന്ന് അവിടെ ആലോചിച്ച് നോക്കി. എന്നിട്ട് മലക്കുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഹത്താ യജ്ലിസു മിൻഹു മദ്ദൽ ബസർ, അങ്ങനെ വിശ്വാസിയുടെ കണ്ണെത്തുന്ന ദൂരത്തിൽ അവരിയ്ക്കും. ثم يجيء ملك الموت حتى يجلس عند رأسه فيقول, മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് ഞാനോ നിങ്ങളോ ആരാണ് മരിക്കുക, ആ മരിക്കുന്ന വ്യക്തിയുടെ തലയുടെ ഭാഗത്തിരുന്ന് പറയും, അയ്യത്തുഹൻ നഫ്സുത് തയ്യിബ ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അല്ലാഹുവിങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്കും തൃപ്തിയിലേക്കും താങ്കൾ പുറപ്പെട്ടുകൊള്ളുക എന്നാണ്. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസ് സ്വീകാര്യോഗ്യമാണ്. ഹദീസിൽ വന്നത് എന്തൊക്കെയാ? നേരത്തെ പറഞ്ഞ ഹദീസിൽ ഒന്ന് റഹ്മത്തിന്റെ മലക്കുകൾ വരും. അവര് വെളുത്ത പട്ടുവസ്ത്രവുമായാണ് വരുന്നത്. ദുനിയാവിൽ പട്ട് ഹറാമാണ്, സ്വർഗത്തിലോ പട്ടൊരു മനുഷ്യന്റെ വസ്ത്രമാണ്, മികച്ച വസ്ത്രം പട്ടാണ്. ആ പട്ടുവസ്ത്രവുമായി അവർ വരും. എന്നിട്ട് അവര് പറയും തൃപ്തിപ്പെട്ടവരായി വരാൻ. ഏതിലേക്ക്? അള്ളാഹുവിന്റെ ആശ്വാസത്തിലേക്കും സ്വർഗീയ സുഗന്ധത്തിലേക്കും, കോപിക്കാത്ത റബ്ബിങ്കിലേക്കും വരണമെന്നാണ്. സ്വർഗത്തിൽ നിന്നുള്ള കഫം പുടവ, സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.